സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആർക്കായിരിക്കും? നോബൽ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് തുടങ്ങിയിരിക്കുകയാണ്. ഒക്ടോബർ 7 മുതൽ ഒക്ടോബർ 14 വരെയാണ് നോബൽ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയം. മെഡിസിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സമാധാനത്തിനും മറ്റ് വിഷയങ്ങൾക്കുമുള്ള നോബൽ സമ്മാനങ്ങൾ ഈ 5-6 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ആർക്കായിരിക്കും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഈ വർഷം കിട്ടുക? കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഒരു നേതാവിൻ്റെ ഒരു പ്രസംഗം കണ്ടപ്പോൾ അദ്ദേഹത്തിന് സാധ്യതയില്ലേ എന്ന് തോന്നി. സക്കീർ നായിക്കാണ് ആ സന്ദേശം നൽകിയത്. ലോകത്തിലുള്ള എല്ലാവരും മുസ്ലിങ്ങളായാൽ ലോകത്ത് മുഴുവൻ സമാധാനമായിരിക്കും എന്നാണ് അദ്ദേഹം പാകിസ്ഥാനിൽ നൽകിയ സന്ദേശം. അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗിച്ച രാജ്യത്തിൻ്റെ അടുത്തുള്ള അഫ്ഗാനിസ്ഥാനിൽ വളരെ സമാധാനപരമാണ് ഇപ്പോൾ എന്ന് അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ലോകത്ത് മുഴുവൻ മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ പിന്നെ തീവ്രവാദം ഉണ്ടാവില്ല, കൊലയുണ്ടാവില്ല എന്നൊക്കെയുള്ള സന്ദേശമാണ് സക്കീർ നായിക്ക് സമാധാനത്തിന് വേണ്ടി നൽകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനത്തിന് വേണ്ടി കണക്കാക്കാവുന്നതാണ്. അടുത്ത ഒരു സാധ്യത ഉള്ളത് റഷ്യയുടെ പ്രസിഡൻ്റായ പുടിനാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് സന്ദേശമെന്ന് പറയുന്നത് അയൽ രാജ്യങ്ങളൊക്കെ റഷ്യയുടെ കീഴിലായാൽ ലോകത്ത് മുഴുവൻ സമാധാനമാകും. അദ്ദേഹം ആ ഒരു ലക്ഷ്യത്തിൽ ക്രിമിയ 2014 റഷ്യയുടെ കീഴിലാക്കി ഒരു പ്രദേശം. ഇപ്പോൾ ഉക്രൈനെ അതിൻ്റെ കീഴിലാക്കാൻ നോക്കുന്നു. അതിനുശേഷം മറ്റു രാജ്യങ്ങളെയുമൊക്കെ റഷ്യയുടെ കീഴിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തൊക്കെ സമാധാനമാകുമെന്നാണ് റഷ്യയുടെ പ്രസിഡൻറ്റിൻ്റെ നിലപാട്. അപ്പോൾ അദ്ദേഹവും തീർച്ചയായിട്ടും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഉക്രൈൻ കീഴടങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ യുദ്ധം നിർത്തും, സമാധാനമായിരിക്കും എന്ന് പുടിൻ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് സാധ്യതയുണ്ട്. അടുത്ത ഒരാൾ നമ്മളെ അമേരിക്കയിൽ പ്രസിഡൻ്റ് ആകാൻ വേണ്ടി മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹം നേരത്തെയും പ്രസിഡൻ്റ് ആയിരുന്നു. അദ്ദേഹം പറയുന്നത് ലോകത്ത് സമാധാനം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും സമാധാനത്തിന് എതിരെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ അങ്ങോട്ട് കയറി അടിക്കണം. അതായത് ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നുള്ളൊരു നയമുണ്ട്. ഡിറ്ററൻസ് എന്നും പറയാറുണ്ട്. ഇപ്പം ഞാനായിരുന്നു പ്രസിഡൻ്റെങ്കിൽ പുടിൻ തീർച്ചയായിട്ടും ഉക്രൈനെ ആക്രമിക്കത്തില്ല. ഞാനായിരുന്നു പ്രസിഡൻ്റെങ്കിൽ ഇറാന് ഇസ്രായേലിനെതിരെ മിസൈലുകളൊന്നും അയക്കത്തില്ല, കാരണം അവർക്ക് പേടിയുണ്ടാവും. അപ്പോൾ ആ ഒരു നിലപാടും സന്ദേശവും നൽകുന്ന ട്രംപ് തീർച്ചയായിട്ടും ഒരു സമാധാനത്തിൻ്റെ ഒരു മെത്തേഡാണ്, ഒരു മാർഗമാണ് അദ്ദേഹം അവലംബിക്കുന്നതും അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുന്നതും. ഇനി അടുത്ത ഒരാൾ സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ ജമാൽ. അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ആൾക്കാർക്ക് സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും പുരോഗതിയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നയങ്ങളും നടപടികളും എടുത്ത് മുന്നേറുകയാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക് ഹമാസിനെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ പോലെയുള്ള ഒരൊറ്റ തീവ്രവാദിയെ പോലും അദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക് അദ്ദേഹം പ്രവേശിപ്പിക്കത്തില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് പൂർണ്ണ സമാധാനം കിട്ടാൻ വേണ്ടിയും പുരോഗതി കിട്ടാൻ വേണ്ടിയുമുള്ള നയവും നടപടികളും ശക്തമായിട്ടെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ സൗദിയുടെ കിരീടാവകാശിയും തീർച്ചയായിട്ടും സമാധാനത്തിന് നോബൽ പ്രൈസിന് അർഹനാണ്. ഇന്ത്യയിൽ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ സത്യാർത്ഥിയുണ്ട്. അദ്ദേഹം നമ്മുടെ അടുത്ത പാകിസ്ഥാനിലെ മലാല യൂസഫലിയുമായിട്ട് ഒരുമിച്ച് അവർക്ക് 2 പേർക്ക് വരുന്ന ആ വർഷം ഇത് കിട്ടിയത്, സമാധാനം കിട്ടിയത്. അതുപോലെ ഇന്ത്യയിൽ തന്നെ അതിന് മുമ്പ് 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർ ഒറിജിനലി ഇന്ത്യക്കാരെന്ന് പറയാൻ പറ്റില്ല. അൽബേനിയക്കാരത്തിയായ മദർ തെരേസയ്ക്ക് 1979 കിട്ടി. അതുപോലെ 89 ടിബറ്റിൽ നിന്ന് ചൈന അവരെ ആക്രമിച്ചപ്പോഴത്തേക്കും ഓടി വന്ന ദലൈലാമയ്ക്കും സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസിനും 2006 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ബംഗ്ലാദേശിൽ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിലും അങ്ങനെ ഒരാൾക്ക് സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ ഒക്ടോബർ 7 യുദ്ധവിരുദ്ധ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഒരു ആഹ്വാനം നൽകി. ഈ സാഹചര്യത്തിൽ ലോകത്തെ യുദ്ധങ്ങൾക്കും സാമ്രാജ്യത്വ കടന്നാക്രമണങ്ങൾക്കുമെതിരെ പാലസ്തീനിലെ ഇസ്രയേലി അധിനിവേശം ശക്തിപ്പെടുത്തിയ ഒക്ടോബർ 7
ഒരു കൊല്ലം ആവുകയാണ്. അതുകൊണ്ട് ഒക്ടോബർ 7-ാം തീയതി യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ സംബന്ധിച്ച് വിപുലമായ സമ്മേളനങ്ങൾ, യുദ്ധത്തിനെതിരായി സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ. ആ ആഹ്വാനത്തിൽ അദ്ദേഹം പറയുന്നത് ഈ യുദ്ധത്തിനെതിരായിട്ടും അധിനിവേശത്തിനെതിരായിട്ടും സാമ്രാജ്യത്തിനെതിരായിട്ടും പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ പിന്തുണ നൽകുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമാണ്. അതുകൊണ്ട് ഒക്ടോബർ 7-ാം തീയതി യുദ്ധവിരുദ്ധ ദിനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആചരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി യുദ്ധത്തിനെതിരാണ്, തീവ്രവാദത്തിനെതിരാണ്, കൊലയ്ക്കെതിരാണ്, എല്ലാത്തിനും എതിരാണ്. അപ്പോൾ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമാധാനത്തിന് വേണ്ടിയുള്ള, യുദ്ധത്തിനെതിരായിട്ടുള്ള നടപടികളും ക്യാമ്പയിനുമൊക്കെ ആഹ്വാനം ചെയ്ത നമ്മുടെ കേരളത്തിൻ്റെ ഗോവിന്ദൻ മാഷിനും നോബൽ സമ്മാനത്തിന് അർഹതയില്ലേ?